എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് അടിപൊളി നല്ല കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ കുക്കർ ബിരിയാണി റെഡിയായി നമ്മൾ വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് വിസിലടിക്കുക എന്നുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. കുറച്ച് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് നമ്മുടെ തൈര്, 1 നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ അതിലോട്ട് അങ്ങ് പിടിപ്പിച്ചിട്ടേ ഒരു 20 മിനിറ്റ് നമുക്ക് അതിൻ്റെ റെസ്റ്റ് അങ്ങോട്ട് വെക്കാം. നമുക്ക് ഇമ്മീഡിയറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ മസാലയൊക്കെ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിച്ച് കയറിയിരിക്കും. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ കുക്കറിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് നമ്മുടെ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂണ് വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒരു 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 3 വെല്ലുള്ളിയാണ് അതിനിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അത് പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ 1 തക്കാളി വാടി വന്നതിന് ശേഷം 1 തക്കാളി ഇട്ട് കൊടുക്കുക. അതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. അത് വാട്ടിയെടുത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുതിന ഇട്ടിട്ട് അതിന് നന്നായിട്ട് ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം കേട്ടോ. എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. നല്ല രീതിയിൽ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ മസാല കയറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ജസ്റ്റ് ഒന്ന് ചിക്കനൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ആ മസാലയിൽ തന്നെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ്, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ്. റൈസ് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ അടച്ചു വയ്ക്കുക. നമുക്കിത് തിളയ്ക്കാനോ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കറിൽ വെക്കണമുണ്ട് അടച്ചു വയ്ക്കുക. 1 വിസിലടിക്കുക. വിസിലടിച്ചതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആഹാ, അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് പാത്രത്തിലെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്താ ആവി വറക്കണ കാരണം ക്യാമറയിലൊന്നും കാണുന്ന പോലുമില്ല. നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അടിപൊളി. ഓക്കെ, സംഭവം സൂപ്പർ ആയിട്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗൈസ്, ബൈ ബൈ.